ഹലോ ഫ്രണ്ട്സ്, പുതിയതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല, ആ ടൈപ്പ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ഇച്ചിരി ആപ്സ് വേണം. ടോട്ടലി ശരിക്കും 3 ആപ്പ് മതി. പിന്നെ ഒരു 4ാമത്തെ ആപ്പ് എഡിറ്റിങ്ങിന് വേണ്ടിയാണ്, ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി 3 ആപ്പാണ്. ആ ആപ്പ് ഇതൊക്കെ നോക്കാം. ആദ്യം നമ്മൾക്ക് വേണ്ട ആപ്പ് ഇതാണ്. ഇൻഫോർമേഷന് പേര് കാണിച്ചു തരാം. ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക്, ആ ആപ്പ് വേണം. പിന്നെ നമ്മൾക്ക് വേണ്ട ആപ്പാണ് ടെസ്റ്റ് ഓൺ ഫോട്ടോ എന്ന് പറഞ്ഞ ആപ്പ്. പിന്നെ നമ്മൾക്ക് വേണ്ട ആപ്പാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ. പിന്നെ ഞാനിപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടി കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഈ ബേസിക് ഫങ്ഷൻസ് അതിലുണ്ടായാൽ മതി. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ പോകണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ആദ്യം നമ്മൾക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ ആപ്പ് എടുക്കാം. ഡ്രോയിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ ഓവർലേ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ ഈ ആപ്പ് തുറന്നു. ആപ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് പെൻ സെലക്ട് ചെയ്തു. ഞാൻ കളർ സെലക്ട് ചെയ്യാം, ബ്ലാക്ക് ആക്കിയിട്ട് വേണ്ടി ഭംഗി വരയ്ക്കുക. സിമ്പിളായിട്ട് വരച്ചാൽ മതി, ഓവർലേ ചെയ്ത പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ച് വരയ്ക്കണം. കൂടുതൽ കട്ട് ചെയ്തേക്കണ്ട, അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കൂടുതൽ അതുപോലെ ഓവർലേ വന്നാൽ അത്രയും കാണാൻ ഭംഗി ഉണ്ടാവില്ല. അവിടെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തു. അതുപോലെ മണ്ടത്തരം പറ്റുകയാണെങ്കിൽ ഇത് ഇവിടെ ആയിട്ട് അൺഡൂയുടെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡ്രോയിങ് മാറ്റി, മറ്റേ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമായില്ല. ഞാനിവിടെ വേറെ ഡ്രോയിങ്ങിലാണ് വരയ്ക്കുന്നത്. ഇത് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് സെയിം കാര്യം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കളർ കൊടുക്കാം. ശേഷം അവിടെ ഇച്ചിരി ദൂരെയായിട്ട്, കൂടുതൽ ദൂരെ ആവണ്ട, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് അവിടെ. ഇനി നമ്മൾക്ക് വേറെ കളർ എടുക്കാം. അതെടുക്കാം. അവിടെ ഈ അടിച്ച കളറിന് അടുത്ത് തന്നെ ഇട്ട് അടിച്ചു. ഒരു പാറ്റേൺ അല്ല, ഇച്ചിരിയും കൂടി നല്ലത്. ഞാൻ ഇവിടെ ചെയ്തു. അണ്ടു. ഓക്കെ, ഇതവിടെ ഇട്ട് കൊടുക്കാം. തീരെ അടുത്തോണ്ട, എന്നാലും ഏകദേശം അടുത്ത് വയ്ക്കോ. ഇതവിടെ ഇട്ട് കൊടുക്കാം. ഇതച്ചത്ത് കൊടുക്കാം. നമുക്ക് വേറെ കളർ എടുക്കാം. നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് തന്നെ എടുക്കാം. ഡാർക്കർ ഷെയ്ഡാണ് തോന്നിട്ട, റെഡ് അല്ല ഇത്, നേരത്തെ പിങ്ക് പോലൊരു ഷെയ്ഡ്. അടുത്ത് തന്നെ വന്ന് കുറേ മണ്ടത്തരം, അത് പൊതുവാണ്. പിന്നെ മണ്ടത്തരം പ്രശ്നമില്ല, അതുപോലെ കുറേ മാസമൊക്കെ തെറ്റും. പറ്റും. ഇനി നമ്മൾക്ക് ഇതവിടെ ചേർക്കാം. ഇനി നമ്മൾ കളർ മാറ്റാം. ബ്ലൂ എടുത്ത് നോക്കാം. ബ്ലൂ വേറെ കളക്കാം. മൊത്തം സെയിം കളറായ പിന്നെ ഇച്ചിരി വൈബ്രേറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം. യെല്ലോ അച്ചത്ത് യെല്ലോ. ഈ ആദ്യ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് എക്സ്പീരിയൻസ് എടുക്കുക ഈ ആപ്പ് ഒന്ന് ഫെമിലിയർ ആവാൻ. എനിക്ക് കുറച്ച് സമയം എടുത്ത്, അതാ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. നമ്മൾക്ക് ബ്ലൂ എടുക്കാം, വേറെ കളർ എടുക്കാം. നമ്മൾക്ക് നമ്മുടെ RGB തോന്നുന്ന കളർ മിക്സ് ചെയ്യും. തോന്നുന്ന മിക്സ് ചെയ്താണ് എടുത്തത്. ഞാൻ വെറുതെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ രീതിയിലാക്കി എടുത്തു. അതെടുക്കാം. ഒരു ടൈപ്പ് പച്ച ചെയ്ത കളർ പോലെ തോന്നും. നമുക്കാണെങ്കിൽ സൂം ചെയ്യാം കേട്ടോ, അത് നല്ലൊരു ബെനിഫിറ്റാണ്. അതെടുക്കണ്ട, അണ്ടു
അവിടെ ഞാനെന്ത് കോളാക്കി, പ്രശ്നമില്ല. പിന്നെ ഞാൻ അവിടെ പോയി പിടിച്ചേക്കണേ ആവും. പിന്നെ ഇനി നമ്മൾക്ക് വേറെ കളർ എടുക്കാം. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയത് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഡാർക്കർ ലൈറ്റ് ബ്ലൂ വേണ്ട, നമുക്ക് വേറെ കളർ നോക്കാം. റെഡ് എടുത്തില്ലല്ലോ നമ്മൾ. റെഡാണ്, അത് റെഡ് പോലെ തന്നെ ഇരിക്കേണ്ട, പക്ഷേ ഇത്തിരി ഡാർക്ക് റെഡ് ട്രൈ ചെയ്ത് നോക്കാം. അത് ഡാർക്കൊന്നുമല്ല, പണ്ടു ഇഷ്ടമായില്ല. എന്താ ചെയ്യുക? ഇവിടെ പോയി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാല്ലേ. ഡാർക്ക് ലൈറ്റ്, യെസ് ടിപ്പ്. പക്ഷേ പൊളിയാട്ടാ, ഫ്രീ ആപ്പാണ്. ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്, iOS അവൈലബിൾ ആണെന്ന് അറിയില്ല, ബിക്കോസ് ഞാൻ ആൻഡ്രോയിഡ് ഫോണിലാണ് ചെയ്യണത്. അത് പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് വേറെ കളർ എടുക്കാം. എന്താണിത്? നല്ല ഭംഗിയുണ്ട്, ഡിസ്കോ ലെൻസ്. എന്തൊക്കെയത്? ആർക്കറിയാം? അറിയണറിയിക്കും, എനിക്കറിയില്ല. ഡോക്ടർ സ്ട്രേഞ്ച് കയ്യിൽ ടൈം കൺട്രോൾ ചെയ്യണോണ്ടില്ലേ? ഗ്രീൻ കളർ ഉണ്ടായി നോക്കാം. ഗ്രീൻ ശരി, കൂടുതൽ ഡാർക്കായിപ്പോൾ. ശരി, ബ്രൈറ്റ് ഓറഞ്ചാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് പിന്നെ കൊളാക്കി. പിന്നെ ഈ അണ്ടു ബട്ടൺ പിടിച്ചേക്കുമ്പോൾ ഈ ഒരു കുഞ്ഞി ഡോട്ടുള്ള ഉണ്ട്, അത് പിടിച്ചേക്കുന്നത് നല്ലത്. അല്ലാതെ ട്രൈ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ശരിയാവണമെന്നില്ല. പെണ്ണ് കളർ പോലെ ഇപ്പോൾ അണ്ടു ബട്ടൺ പിടിച്ചേക്കണമെങ്കിൽ ഇതുപോലെ എടുക്കുന്നത്. ചിലപ്പോൾ ഇത് അണ്ടു ബട്ടൺ തന്നെ ആയില്ലെങ്കിൽ പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യാൻ നമ്മൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതാണ്? ഞാൻ അണ്ടു ആണ് എടുത്തേക്കണം. അപ്പോൾ അത് ഇച്ചിരി കൂടി ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അതവിടെ വേണ്ട. പ്ലെയിൻ പോകണ്ട, അതാട്ടുള്ള സൗണ്ട്. ക്യൂരിയസ് ആയിരുന്നെങ്കിൽ കയറും ആവാൻ ചാൻസ് ഇല്ല, ഞാൻ പറഞ്ഞതാ. കുഞ്ഞ് സ്ഥലല്ലേ, അവിടെ തന്നെ കുറച്ച് ദൂരെയാണ്. ഐ തിങ്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. അതാ പോലെയായിട്ടൊരു സ്ഥലം കണ്ട്, എല്ലാ സ്ഥലം കളർ കൊടുക്കാനുണ്ടാകുന്നു. ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഒരു ഡ്രോയിങ് അല്ലേ ഇത്. ഇനി നമ്മൾക്ക് ഇത് സേവ് ചെയ്യണം. ഇങ്ങനെയാണ് സേവ് ചെയ്യണം. സേവ് കറൻറ്റ് സ്കെച്ച്, സേവിങ്. ഓക്കെ, അത് തന്നെ. ഇനി നമ്മൾ സേവ് ചെയ്ത് ഇനി നമ്മൾക്ക് വേണ്ട ആപ്പ് ടെസ്റ്റ് ഓൺ ഫോട്ടോസ്. ബാക്ക് എക്സിറ്റ്. ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. അപ്പം നമ്മൾക്ക് ഗാലറിയിൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇനി നമ്മൾക്ക് ഇത് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് വിളിക്കാൻ പറ്റും. പ്രശ്നമില്ല, ഇതുപോലെ തന്നെ വിളിക്കാം. ടെസ്റ്റ് നമ്മളെടുക്കാൻ പോകുന്ന സ്റ്റൈൽ ടാപ്പ് ടു ടെസ്റ്റ്. പ്രശ്നമില്ല. ക്രിസ്മസ് കുക്കി അതെടുത്ത്. ഇത് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഹോളോ ആണ്. അപ്പോഴാണ് നമ്മൾക്ക് ഇതിനകത്ത് ലെയറല്ല ടെസ്റ്റ് ലെയർ ചെയ്യാൻ പോണേ. ടെസ്റ്റ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെടുക്കണേ. ഇതെടുത്തു. ഇനി നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാം. നമ്മളെ വീഡിയോ തമ്മിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണേ. അതുപോലെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മളുടെ സാധനം ഇതുപോലെ വയ്ക്കണേ. ബിക്കോസ് നമ്മുടെ ഇമേജ്
ഇതുപോലെ വന്ന് ഞാൻ എന്തൊക്കെ ചെയ്ത് ശരിയായില്ല. ഇച്ചിരി വലുതാക്കി വയ്ക്കാം. ശേഷം വേണമെങ്കിൽ ആ സൈഡിലോട്ട് ഇച്ചിരി കട്ട് ഇച്ചിരി കളർ ഡിഫറൻസ് ഒക്കെ വരണ്ടേ, വലുതാക്കാം വേണമെങ്കിൽ. അത് മതിയോ? ഇനി നമ്മൾക്ക് ഇനി എന്താ വേണ്ട, ഇതിൽ ഈ ആപ്പിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ക്ലോസ്. നമ്മൾക്ക് ഫുൾ എച്ച് ഡി ചെയ്യാം. PNG ആയിട്ടേക്കണം, JPG ആയിരിക്കരുത്, PNG. പക്ഷേ ഇതിൽ JPG വെച്ചാലും പ്രശ്നമില്ല. ഇതിലല്ല, നെക്സ്റ്റ് ആപ്പിലാണ്. ഇനിവ ഫിനിഷ്. യെസ്, പ്രൊജക്റ്റ് നമ്മൾക്ക് ഇടാം. സേവ്. പുറത്തേക്കാം, ഫ്യൂച്ചറിൽ ആവശ്യം വന്നാല. ഞാൻ പ്രൊജക്റ്റ് സേവായി. ഇനി നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ. ഇവിടെ നമ്മുടെ ഫൈനൽ കാര്യം വന്നു തുടങ്ങണേ, ഏരിയ ടെസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടേബിൾ എല്ലാം വയ്ക്കുക. ഞാനിപ്പോൾ ടേബിൾ വെച്ചേക്കാണ്. ഇനി ഇത് നമ്മൾക്ക് എനിക്ക് ഇറേസ് മാനുവൽ ചെയ്താലും മതി. സൈസ് ആണ് ഇച്ചിരി കൂടി എഫിഷ്യൻറ്റ് ഈ കാര്യം ചെയ്യുമ്പോൾ. ഹോളായിട്ടാണ് സാധനം കാണുമ്പോൾ ഫീലിംഗ് പോലെ വരും. നമ്മൾക്ക് ഓട്ടോയിൽ പോകാം. ഓട്ടോയിൽ ഏകദേശം ഒരു സൂമിൻ ചെയ്യാം. ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, പേഷ്യൻസ് ആണ് ഇച്ചിരി. നമ്മൾക്ക് ഈ റേസ് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ കയ്യിൽ പിടിച്ചേക്കണേ. കൊള്ളാക്കരുത്. ഇച്ചിരിയും കൂടി വലുതാക്കാം. വല്ല ബാക്കിയുണ്ടോ, വല്ല പാടുണ്ടോ, ജസ്റ്റ് ചെക്ക് ചെയ്യുക. യെസ്, ഐ തിങ്ക് അടിപൊളിയല്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഹൗ ടു മേക്ക് ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. പ്രൊസീഡ് ചെയ്യാം. PNG, JPG അല്ല, PNG മറന്നു വരുത്. നോട്ട് മേ ബി ലേറ്റർ. ഇപ്പം എനിക്ക് മോട്ടില്ല. Finish. The current progress will be lost. Cancel. Save to gallery. ഇവിടെയാണ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇത്രയൊക്കെ നേരം കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഇഷ്ടമായിട്ടുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിബന്ധനകളൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം മതി. ഇഷ്ടമാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
ദിസിനെ മോളി പറഞ്ഞിടാം. പോട്ടെ മോളി. ദിസ് മോളി പോയാൽ സ്പേസ് വന്നില്ല. സ്പേസ് അതിനുശേഷം ഇതതിന് നമുക്ക് അടി പറഞ്ഞിടാം. എന്നാണ് ശരിയാവില്ല. അതിന് ടെസ്റ്റ് അടി കിടക്കട്ടെ. അതിനുശേഷം ഇതടി പോട്ടെ. ഹൗ ടു മേക്ക് ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. എനിക്കാണ് ഞാൻ സ്പീഡ് കൂട്ടിക്കളയും ബിക്കോസ് ബോറിങ് പണിയാണ്. ഇനി നമ്മൾ ഇതിവിടെ ഇട്ട് ഇച്ചിരി ഒന്ന് വന്നില്ലേ. ആ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ മണ്ടത്തരം വെച്ചാണെങ്കിൽ ഇതിവിടെ ഇട്ട്